ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പോൾ ഞാൻ വീട്ടിലാണുള്ളത്. നമ്മുടെ വീട്ടിൽ വിത്തിൻ 2 days ഒരു കുട്ടി ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. ഇതാ ഇവിടെ ഒരാഴ്ച മുന്നേ തന്നെ എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും അവിടെ കസിൻസിൻ്റെ പിള്ളേരെല്ലാവരും ഉണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഓട്ടത്തിലാണ് മൊത്തത്തിൽ എല്ലാവരും. നമ്മുടെ ബാക്കി ഫംഗ്ഷൻ റിലേറ്റഡ് സാധനങ്ങളൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ ഇന്ന് അച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോയിട്ടുണ്ട്. അപ്പോൾ പകുതി വഴിക്ക് പോയിട്ട് അവരെയൊക്കെ കൂട്ടിയിട്ടൊക്കെ വരുന്നത് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം നല്ലത് 10:34 അയക്കുന്ന സമയം. കുഴപ്പമില്ല, രാവിലെ നീറ്റ് കുറച്ച് സമയം കഴിഞ്ഞ് ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് പോകാൻ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് റെസ്റ്റ് ഓഫ് ദ തിങ്സ് എന്തൊക്കെയാണ് റെസ്റ്റ് ഓഫ് ദ ഡേ നടക്കുന്നത് എന്നുള്ളത് ഞാൻ ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ദിസ് ഇസ് മീ ലാവണ്യ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അതേ അച്ഛനും വൃന്ദ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ വൃന്ദേനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, മീറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ അവള് നേരത്തെ പുലർച്ചെ 3 മണിക്ക് കയറിയതായിരുന്നു. അപ്പോൾ അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോയി. ആക്ച്വലി നമ്മുടെ പ്രീവിയസ് വ്ളോഗിൽ ഞാൻ സാരി ഷോപ്പിങ്ങിന് പോണ കാണിച്ചില്ലേ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും സെയിം കളർ സാരി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ പോയി തിരഞ്ഞുകൊണ്ടിരിക്കുക. വേറെ എവിടെയുള്ള കൂട്ടനാടാണ് കേട്ടോ. അങ്ങനെ കുറേ കടയിൽ കയറി ഇറങ്ങി. അങ്ങനെ അവസാനം മാക്സിമം നമുക്ക് സാരി കിട്ടിയത്. അങ്ങനെ സാരി തപ്പി നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഷഹനാസിലായിരുന്നു കേട്ടോ. അവിടുന്ന് അമ്മയ്ക്കുള്ള സാരി മാത്രമേ ആ കളറിൽ മാച്ച് ചെയ്ത് കിട്ടിയുള്ളൂ. അച്ഛനും കൂടി വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ അവിടെ പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. കുറച്ച് നാൾ മുന്നേ അവിടെ നമ്മുടെ ജ്വല്ലറി ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി നോക്കി. നമുക്ക് സാരിയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഇയർ ചെയിനൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതെല്ലാം തപ്പി നോക്കി. അങ്ങനെ മാല കുറച്ച് തപ്പിയതിന് ശേഷം 1-2 എണ്ണം കണ്ട് ഫൈനലൈസ് ചെയ്ത് എടുത്തു. സാരിയുടെ ബ്ലൗസിൻ്റെ കളറൊക്കെ മാച്ച് ചെയ്യുന്നത് നോക്കിയിട്ട്. ആദ്യമായിട്ട് ഇവിടെ പോകുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ള കടയായിരുന്നു. അങ്ങനെ ആക്ച്വലി എന്നെ വൃന്ദയാണ് മൊത്തം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വൃന്ദയ്ക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ നന്നായി നോക്കിയെടുക്കാൻ അറിയാട്ടോ. അവൾ അതിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ അച്ചു കുറച്ച് കഴിയുമ്പോൾ ടയേർഡായി. അവളൊരു ഭാഗത്ത് പോയി ഇരിക്കാൻ തുടങ്ങി. മാക്സിൽ നിന്ന് അച്ചുവിന് ഒരു സാരി എടുത്തു. ആക്ച്വലി എൻ്റെ അമ്മയുടെയും സാരിയുടെ കളറായിട്ട് ഒരു മാച്ചിങ്ങും ഇല്ല. വേറെ തന്നെ ഒരു കളറാണ് അവൾക്ക് എടുത്തത്. അങ്ങനെ സാരി എല്ലാം മേടിച്ച് നമ്മളിതേ ഓട്ടോ വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തിയപ്പോഴത്തേക്കും. ഹലോ, എന്താ വിശേഷം? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇന്നലെ ഒന്ന് പുറത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഏകദേശം ഒരു ഉച്ചയുടെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അത് കഴിഞ്ഞ് ഒന്ന് പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾ, ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററിൻ്റെ. അപ്പോൾ അതെല്ലാം പിക്ക് ചെയ്ത് വന്നപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ മൊത്തത്തിൽ വയ്യാതെ. ഇവിടെ എല്ലാവർക്കും വയ്യ. നമ്മുടെ വീട്ടിൽ പറയുമ്പോൾ നാളെ ഫംഗ്ഷൻ നടക്കാൻ പോവാം, പക്ഷേ എനിക്ക് വയ്യ, എൻ്റെ സിസ്റ്ററിന് വയ്യ, നമുക്ക് എല്ലാവർക്കും എന്താ അറിയില്ല പെട്ടെന്ന് വയ്യാതെയായി. അപ്പോൾ ആ ഒരു ഇതിലായിട്ട് പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, മൊത്തം ടയേർഡായിപ്പോയി. പിന്നെ ഇന്നലെ ഇവരൊക്കെ എന്തൊക്കെയോ മെഹന്തിയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. ഞാനെനിക്ക് വയ്യാത്തതുകൊണ്ട് അതുപോലും ചെയ്തിട്ടില്ല. ഇന്ന് സമയം ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ള ഐഡിയയിലാണ്. അങ്ങനെ ഇന്നലത്തെ വ്ളോഗ് എടുത്ത് വളരെ കുറച്ച് സമയത്തുള്ളത് ഇന്ത്യ വന്നു. അതായത് പ്രത്യേകിച്ചൊന്നും പിന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലത്തെയും ഇന്നത്തെയും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കാം. ഇന്നിപ്പോൾ ഒരു 1 മണി അയക്കുന്നു സമയം. അപ്പോൾ ഇന്നിപ്പോൾ ഇതുവരെയുള്ളതൊന്നും എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ തന്നെ നല്ല നേരം വൈകി. പിന്നെ വയ്യായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് അമാന്തിച്ചിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോഴത്തേക്കും നമ്മളുടെ വീട്ടിൽ വല്യമ്മ, അവരുടെ ഫാമിലി, ചേച്ചിമാർ, അങ്ങനെ കുറേ പേര് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അവരെല്ലാവരും നല്ല തിരക്കിട്ട പണിയിലൊക്കെയാണ്. പിന്നെ ഇവിടെ പന്തൽ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ എഴുന്നേറ്റ് ഇന്ന് കുറച്ച് അവസ്ഥ മോശമായതുകൊണ്ട് ഇന്നലത്തെ രാത്രി ഉറക്കമൊന്നും ശരിയുണ്ടായിരുന്നില്ല. അതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോയി ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാൻ പോയി. എന്നിട്ട് ഇതാ വന്നിരിക്കുകയാണ്. ലേറ്റായി എഴുന്നേറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കുകയാണ്. ഞാനപ്പോൾ ഇനി ലഞ്ച് കഴിക്കാൻ പ്ലാനില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചിട്ടേ ഉള്ളൂ. സോ ഇനി എന്തുണ്ടാവും എന്നുള്ളതിൻ്റെ ഐഡിയ ഒന്നുമില്ല. പിന്നെ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ
രാത്രി ചിലപ്പോൾ ഒരു ചെറിയ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് സർപ്രൈസ് ആയിട്ട്. അപ്പം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ചെറിയ ഒരു കുട്ടി വീഡിയോ ആയിരിക്കും. ഇന്നത്തെയും ഇന്നലത്തെയും കൂടെ കുറച്ച് തിങ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ മെഹന്തി ഇടണം എന്നുള്ള പ്ലാൻ ഉണ്ട്. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ അതേ ഇപ്പം ഏകദേശം രാത്രി ആയിട്ടുണ്ട് സമയം. ഒരുവിധം കുറേ പണികളുണ്ടായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് വർത്താനം പറയും, ഫുഡ് കഴിക്കാനൊക്കെ നോക്കുന്ന സമയമാണ്. പിള്ളേരൊക്കെ ഇതേ മൈലാഞ്ചിയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പന്തലിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അവരിങ്ങനെ ടേബിൾസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അറേഞ്ച് ചെയ്തിടുകയാണ്. അല്ല, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ് മറ്റേ ചെറിയ ഫംഗ്ഷൻ വീട്ടിൽ നടക്കാൻ പോവാണ്, ഞാൻ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ വേണ്ടി ഞാൻ ഇതുവരെ എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മുടെ ഹൗസ് വാമിംഗ് ആണ് നാളെ. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു 4 or 5 years ആയി നമ്മൾ വീട് പണിയാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഫൈനലി നാളെയാണ് ഹൗസ് വാമിംഗ്. നമ്മുടെ വീടിൻ്റെ ലൈക്ക് കുറച്ച് പണികളൊക്കെ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഈ വീട്ടിലേക്ക് മാറിയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഹൗസ് വാമിംഗ് നടത്തുകയാണ്. ആൻഡ് നമ്മുടെ ക്ലോസ് ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ലൈക്ക് കുറേ നാൾക്ക് ശേഷം നമ്മളെല്ലാവരും കൂടി ഗ്യാദർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. പാലാച്ചലിൻ്റെ ബ്ലോഗിൽ ഞാൻ അത് സെയിം സാധനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാലാച്ചൽ പോലുള്ള കുറച്ചുകൂടി നമ്മുടെ കസിൻസും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഈവനിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇന്ന് കുറേ സംസാരിക്കുകയും കുറേ എന്താ പറയുക, കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് നല്ല ദിവസമായിരുന്നു. വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കുറച്ച് ഗിഫ്റ്റ്സ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയ കേക്ക് കട്ടിങ്, വലിയ കാര്യമായിട്ടുള്ള വേറെ ഒന്നും പ്ലാൻ ചെയ്യാനുള്ള സമയം നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ കിട്ടിയില്ല. അങ്ങനെ ഞാനും ഇതും കൂടി ഇത് കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. കൂറ്റനാടിക്കാണ് അതിനും പോകണത് കേട്ടോ. നമുക്ക് ഏറ്റവും എളുപ്പം എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കൂറ്റനാട് പോകണം, അല്ലെങ്കിൽ പടിഞ്ഞാറങ്ങാടി പോകണം. അവൻ പറഞ്ഞു KRL പോകാമെന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ KR പോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിതേ KRL പോയി കേക്കൊക്കെ മേടിച്ചു. മിതുവാണ് കേക്കിൻ്റെ ഫ്ലേവർ ചൂസ് ചെയ്തു കേട്ടോ. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കേക്കായിരുന്നു. ആക്ച്വലി എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണെന്നല്ല ഞാൻ അത്ര നേരം പറഞ്ഞത്. എൻ്റെ സിസ്റ്റർ ജനിച്ചത് May 9th May 11th എൻ്റെ കസിൻ്റെ മോനും ജനിച്ചിട്ടുണ്ടായിരുന്നു, നിധി. അപ്പോൾ ഇവർ തമ്മിൽ ആക്ച്വലി ഒരു ദിവസത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് 2006 or 2007 May 9 and May 11 അങ്ങനെയാണ് അവർ ജനിച്ചത്. അപ്പോൾ ഇവരെപ്പോഴും ബർത്ത്ഡേ ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യുക. ആൻഡ് ഇന്നും അങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ മാത്രം ബർത്ത്ഡേ അല്ല, നിധിയുടെയും കൂടിയാണ്. ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ലൈക്ക് ഇവരൊരു ബോണ്ട് ഭയങ്കര അടിപൊളിയാണ്. എപ്പോഴും ബർത്ത്ഡേ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. ഒന്നില്ലെങ്കിൽ അവന് ഒരുവിധം എല്ലാ ബർത്ത്ഡേക്കും ഇവിടെ ഉണ്ടാവും. അങ്ങനെ അടിപൊളിയാണ്. അങ്ങനെ അവൻ്റെ അവളുടെയും കൂടെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ആക്ച്വലി അച്ചു ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. നിധി പിന്നെ എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല. കാരണം അവൻ്റെ ബർത്ത്ഡേ 11th അപ്പോൾ അവൻ പിന്നെ എക്സ്പെക്റ്റേ ചെയ്തില്ല. അവർ രണ്ടുപേരും കൂടി ഒന്നില്ലെങ്കിൽ 10th കേക്ക് കട്ട് ചെയ്യും, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെയാണ് അവർ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. രണ്ടുപേരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് അച്ചു നല്ല ഹാപ്പി ആയിന്നാണ് പറഞ്ഞത്. നിധിയുടെ അടുത്ത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല. അവനും ഹാപ്പി ആയിരുന്നിരിക്കും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ കേക്ക് കട്ടിങ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളതേ അവസാനം കുറച്ച് സമയം കിട്ടിയപ്പോൾ മൈലാഞ്ചി ഇടാനിരുന്നു. ആൻഡ് വൃന്ദയാണ് മൈലാഞ്ചി ഇടുന്നത്. വൃന്ദ ഒരു സകലകലാവല്ലഭിയാണ്. എല്ലാം ചെയ്യും, നന്നായി മേക്കപ്പ് ചെയ്യും, നന്നായി ചിത്രം വരയ്ക്കും, നന്നായി പാട്ട് പാടും, എല്ലാ പരിപാടിയും ചെയ്യും. അവൾക്ക് ഈ ഫാഷൻ റിലേറ്റഡ് തിങ്സ്, സ്റ്റൈലിങ് അതെല്ലാം നല്ല അടിപൊളിയായി ചെയ്യാൻ അറിയാം. അങ്ങനെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇതേ അടുക്കളയിൽ കയറി എന്തൊക്കെയാണ് സ്നാക്സ് ഉള്ളതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അച്ചപ്പം അങ്ങനെ എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. അത് അച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ഷീനയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചത് അവർ. അങ്ങനെ ഞങ്ങളതെല്ലാം കൂടി ഇരുന്ന് കഴിച്ചു. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം ഒരു 1 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നിരിക്കും ബൈ ദിസ് ടൈം. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് അതെല്ലാം കഴിച്ചു. പിന്നെ അച്ചുവിന് എന്തൊക്കെയോ ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്ത്. അതുപോലെ തന്നെ കുഞ്ഞാറ്റയ്ക്കും ഹെയർ സ്ട്രൈറ്റൻ ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തിട്ടാണ് പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കിടന്നത്. ഏകദേശം എനിക്കൊന്നൊരു 3:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടി ഉറങ്ങാൻ സമയത്ത്. അങ്ങനെ അടിപൊളിയായിരുന്നു ആ ദിവസം. പിന്നെ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ടെൻഷനും ഉണ്ടായിരുന്നു നമുക്ക്. ആൻഡ് അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് വ്ലോഗിൽ ഹൗസ് വാമിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.